ഒരിക്കലും തന്റെ ജീവിതത്തിൽ താൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ, താൻ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളൊന്നും തുറന്നു പറയാത്ത ഒരാളാണ് ഉർവശി. അതുപോലെ തന്നെയാണ് മഞ്ജു വാര്യർ. എന്താണ് തന്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചതെന്നോ, എല്ലാവരും ആഘോഷമാക്കിയ, അല്ലെങ്കിൽ ആരാധകർ ആഘോഷമാക്കിയ വിവാഹങ്ങളായിരുന്നു ഉർവശി, മനോജ് കെ ജയൻ, ദിലീപ്, മഞ്ജു വാര്യർ വിവാഹങ്ങളൊക്കെ. എന്നാൽ ഈ വിവാഹ ബന്ധങ്ങളിൽ നിന്നൊക്കെ ഈ നായികമാരും നമ്മുടെ പ്രധാന നായകന്മാരുമൊക്കെ പടിയിറങ്ങി വന്നപ്പോൾ എന്താണ് ഇവർക്കുള്ളിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. ഇവർ വേർപിരിഞ്ഞു. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചു, ചിലർ കുറ്റം പറഞ്ഞു. അതേസമയം പല രീതിയിലും ഉർവശിക്കെതിരെ വലിയ രീതിയിൽ നെഗറ്റീവ് വന്നപ്പോഴും ഉർവശി വലിയ കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. തന്റെ മുൻ ഭർത്താവിനെ കുറിച്ച് ഒരു വാക്കും എവിടെയും ഉർവശി പറഞ്ഞില്ല. ഒരിക്കൽ മാധ്യമങ്ങളുടെ മുൻപിൽ പോലും ഉർവശിയെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ ഓർത്താണ് താൻ ഇതുവരെയും എവിടെയും ഒന്നും പറയാതെ ഇരുന്നത് എന്നാണ് ഉർവശി ഇപ്പോൾ പറയുന്നത്. പെൺകുട്ടികൾ ഇങ്ങനെയാകണം, അവർ ഭർത്താവിന്റെ വീടുകളിൽ എത്തിയാൽ അവരുടെ വീട് അതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിരുന്ന അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നുമാണ് ഉർവശി വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. അവർ കണ്ടു വളർന്നതും പഠിച്ചു വളർന്നതും ജീവിതത്തിൽ പ്രാബല്യത്തിലാക്കിയപ്പോൾ പക്ഷേ താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് ഉർവശി പറയുന്നത്. തന്റെ ഇഷ്ടത്തിന് നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ അതിൽ എന്ത് സംഭവിച്ചാലും മറ്റാരും അറിയാതെ താൻ കുറെ കാലം എല്ലാം ഒളിച്ചുവെച്ചു. ആകെ അറിയുന്നത് ചേച്ചിക്ക് മാത്രമായിരുന്നു. ചേച്ചി കുറെ വട്ടം എല്ലാം നേരെയാക്കാൻ ശ്രമിച്ചു, എങ്കിലും കൈവിട്ടുപോയി. ഇടയ്ക്ക് വെച്ച് ഭർത്തൃ വീട്ടുകാരിൽ നിന്നും കിട്ടിയ സ്വഭാവമായിരുന്നു ഡ്രിങ്ക്സ് കഴിക്കുന്നത്. ചെറിയ രീതിയിൽ തുടങ്ങിയത് ജീവിതത്തിൽ ആകെ ഒറ്റപ്പെട്ടപ്പോൾ തുടരേണ്ടി വന്നുവെന്നും ഭക്ഷണവും ഉറക്കവുമില്ലാതെ അലഞ്ഞു ജീവിക്കേണ്ടി വന്നുവെന്നും താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഉർവശി കടന്നുപോയ ഒരു ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴാണ് അറിയുന്നത്. റിയൽ ഫൈറ്റർ, റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ, എന്ത് മറച്ചു വെച്ച് നോക്കിയാലും സത്യം മറന്നേക്ക് പുറത്തേക്ക് വരും. ആദ്യമായിട്ടാണ് ആദ്യത്തെ വിവാഹ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഉർവശി മനസ്സ് തുറന്നു പറയുന്നത്. അന്ന് എല്ലാവരും എന്തുമാത്രം ചേച്ചിയെ പഴിച്ചു, എത്ര കേട്ടാലും മതി വരില്ല, ഒരിക്കലും തീരരുത് എന്നാഗ്രഹിച്ചു പോകുന്ന സംഭാഷണമായിരുന്നു തുടങ്ങിയ കമന്റുകളാണ് ഉർവശിയുടെ ഈ തുറന്നു പറച്ചിലിന് ലഭിക്കുന്നത്.